ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ആസ്പിറേറ്റീവ് ടിപ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയെന്ന് പറയുന്നത് വില്ലസിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്നൊക്കെയാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് എവിടെയാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അതിനുശേഷം ബാക്കി വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസാണ് എങ്ങോട്ട് പോകുന്നത്? ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നത്. അവിടെ നിന്നും എക്സ്ക്രീറ്ററി വേസ്റ്റായിട്ട് പുറന്തള്ളപ്പെടും എന്നും പറഞ്ഞു. ഇനി ഈ പറയുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് എന്ത്? വില്ലസ് എന്ന്. വില്ലസ് എന്തിന് സഹായിക്കുന്നു? നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ന്യൂട്രിയൻസിൻ്റെ മാക്സിമം അബ്സോർപ്ഷനും സഹായിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ഈ നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ന്യൂട്രിയൻസിനെ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുന്ന ആരായിരിക്കും? ബ്ലഡ് അല്ലേ. അപ്പം നമ്മൾ ബ്ലഡ് എങ്ങനെയാണ് ഈ ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്നത് എന്നൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ബ്ലഡ് എന്ന് പറയുമ്പോഴേ രണ്ട് കമ്പോണൻസ് വേണ്ടുള്ളത്. ഒന്ന് പ്ലാസ്മ, രണ്ട് ബ്ലഡ് സെല്ലുകളുണ്ട്. അപ്പോൾ ഈ പ്ലാസ്മ എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ബ്ലഡിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന കമ്പോണൻ്റാണ് പ്ലാസ്മ. 55% പ്ലാസ്മയാണ്, ഒരു ഫ്ലൂയിഡ് പാർട്ടുണ്ട്. പിന്നീട് 45% വരുന്നത് ബ്ലഡ് സെൽസ് ആണ്. ഇനി എന്താണ് പ്ലാസ്മ? പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഘടകങ്ങൾ കൂടി ചേർന്നാണ് പ്ലാസ്മ എന്നൊന്ന് ഫാക്ടർ ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് എന്തുള്ള കമ്പോണൻസ്? ഒന്ന് വാട്ടർ, പിന്നെ പ്രോട്ടീൻസ് ഉണ്ട്, പിന്നെ മറ്റ് അതർ കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് വാട്ടറിൻ്റെ ഫങ്ഷൻ എന്ന് ചോദിച്ചാൽ ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്പോർട്ടാണ്. രണ്ടാമത് വരുന്നതാണ് പ്രോട്ടീൻസ്. അറിഞ്ഞിരിക്കണം, നമ്മുടെ ബ്ലഡിനകത്തുള്ള പ്ലാസ്മയിൽ 3 തരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. മൂന്നിനും 3 ഫങ്ഷൻസും ഉണ്ട്. ആൽബുമിൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷറിനെ, BP റെഗുലേറ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്? ആൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. രണ്ടാമത്തേതാണ് ഗ്ലോബുലിൻ. ഗ്ലോബുലിൻ എന്തിനു സഹായിക്കുന്നുണ്ട്? നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്നു, ഇമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ഡിസീസ് റെസിസ്റ്റൻസിനും സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആര്? ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്ലാസ്മ പ്രോട്ടീനാണ് ആര്? ഫൈബ്രിനോജൻ. എന്തിനു സഹായിക്കുന്നു വെച്ചാൽ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. അപ്പോൾ പ്ലാസ്മയിൽ 2 കമ്പോണൻസ് ഏതൊക്കെയാണ്? വാട്ടർ, ദെൻ പ്രോട്ടീൻസ്. ഇത് എത്രയും പറഞ്ഞു. പ്രോട്ടീൻസിൽ 3 ഉണ്ട്: ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അതിൻ്റെ ഫംഗ്ഷനും പറഞ്ഞു. മൂന്നാമത് വരുന്ന അതർ കമ്പോണൻസ് എന്ന് പറയുമ്പോഴത്തേക്കും സോൾട്ട് വാട്ടർ ബാലൻസ് വരും. അതേപോലെ തന്നെ നമ്മുടെ ആന്തര സമസ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഹോമിയോസ്റ്റാസിസ് മെയിൻ്റനൻസും ഈ ഒരു പാർട്ടിലാണ് വരുന്നത്. അടുത്തതാണ് 45% വരുന്ന ബ്ലഡ് സെൽസ്. പ്രധാനമായിട്ടും 3 ടൈപ്പ് ബ്ലഡ് സെൽസാണ് നമ്മുടെ ബോഡിയിലുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് റെഡ് ബ്ലഡ് സെൽസ്, RBC. രണ്ടാമത്തേതാണ് വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ വെളുത്ത രക്താണുക്കൾ. പിന്നീട് വരുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. റെഡ് ബ്ലഡ് സെൽസ്, RBCയുടെ ഫംഗ്ഷൻ എന്താണ്? ഫോർ ദി ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ. നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജൻ അല്ലേ. നമ്മൾ മെറ്റബോളിക് പ്രോസസ്സിൻ്റെയൊക്കെ പാർട്ടായിട്ട് പുറന്തള്ളുന്ന എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഈ പറഞ്ഞ 2 വാതകങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കേണ്ടത്, സംവഹനം നടത്തുന്ന ആളാണ് ആര്? റെഡ് ബ്ലഡ് സെൽസ് അഥവാ RBC. അടുത്തത് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുമ്പോൾ പ്രതിരോധം അഥവാ ഇമ്മ്യൂണിറ്റിയാണ് ഇവരുടെ ഫംഗ്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു പ്ലാസ്മയിൽ വരുന്ന ഗ്ലോബുലിൻ പ്രോട്ടീൻ്റെ ഫംഗ്ഷനും എന്ത് തന്നെയാണ്? ഇമ്മ്യൂണിറ്റിയും ഡിസീസ് റെസിസ്റ്റൻസും ആണ്. അതേപോലെ ബ്ലഡിലുള്ള ബ്ലഡ് സെൽസിനകത്ത് വരുന്ന വൈറ്റ് ബ്ലഡ് സെൽസും ഇതേ ഫംഗ്ഷനാണ്. വിച്ച് മീൻസ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് കമ്പോണൻ്റ് ആണ് ബ്ലഡ് സെൽസിൽ പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലൂട്ടിങ്. നമ്മുടെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ബ്ലഡ് സെല്ലാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞില്ലേ പ്ലാസ്മയിൽ ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ എന്തിനു സഹായിക്കുന്നു? ബ്ലഡ് ക്ലൂട്ടിങ്. അതേപോലെ ബ്ലഡിലുള്ള ബ്ലഡ് സെൽസിനകത്ത് പ്ലേറ്റ്ലെറ്റ് എന്തിനു സഹായിക്കുന്നു? ബ്ലഡ് ക്ലൂട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇത്രയുമാണ് നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത് വരുന്ന ഓവറോൾ കമ്പോണൻസ്. നമുക്ക് പഠിച്ചു പോകാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കമ്പോണൻറ്റ് പ്രധാനമായിട്ടും വരുന്നുണ്ട്: പ്ലാസ്മയും ബ്ലഡ് സെൽസും. 55% എന്താ ഉള്ളത്? പ്ലാസ്മയാണ്. 45% എന്താ ഉള്ളത്? ബ്ലഡ് സെൽസ് ആണ്. ഈ 55% എന്ന പ്ലാസ്മ എന്ന് പറയുമ്പോൾ എന്ത്? വാട്ടറും പ്രോട്ടീൻസും മറ്റ് കമ്പോണൻസും ഉണ്ട്. വാട്ടറിൻ്റെ ഫംഗ്ഷൻ അറിയാം, ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്പോർട്ടാണ്. പ്രോട്ടീൻസ് 3 ടൈപ്പ് ഉണ്ട്, അതിൻ്റെ ഫംഗ്ഷനും പറഞ്ഞു. പിന്നെ മറ്റ് കമ്പോണൻസ് എന്തിനൊക്കെ വേണ്ടാണെന്ന് പറഞ്ഞു. സോൾട്ട് മെയിൻ്റനൻസിനും ഒപ്പം ഹോമിയോസ്റ്റാസിസ് ബാലൻസിനും ഒക്കെയാണ് നമ്മളത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ബ്ലഡ് സെൽസ് എന്ന് പറയുമ്പോൾ 45%,
അതാണ് വരുന്നത്. അതിൽ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ഇവിടെ ഒരു കമ്പാരിസനായിട്ട് ഓർത്ത് വെക്കേണ്ടതെന്ന് പറയുന്നത് പ്ലാസ്മ പ്രോട്ടീനായിട്ടുള്ള ഗ്ലോബുലിൻ്റെ ഫംഗ്ഷൻ ഇമ്മ്യൂണിറ്റി, അതുതന്നെയാണ് വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് ഒരു പ്ലാസ്മ പ്രോട്ടീനാണ്, അവർ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. സിമിലർലി പ്ലേറ്റ്ലെറ്റ്സ്, എവിടെയുള്ള ബ്ലഡ് സെൽസിനകത്തുള്ള പ്ലേറ്റ്ലെറ്റ്സും ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നുണ്ട്. തൊട്ട് താഴെയായിട്ടൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. ഹൗ ഡസ് ദ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് സെൽ ടേക്ക് പ്ലേസ് ഇൻ ഹ്യൂമൻസ്? നമ്മുടെ മനുഷ്യരുടെ ശരീരത്തിൽ എങ്ങനെയാണ് ബ്ലഡിനും ഒപ്പം സെൽസിനും ഇടയ്ക്കുള്ള പദാർത്ഥ വിനിമയം നടക്കുന്നത്? ഡോണ്ട് യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് ഫൗണ്ട് സ്പേസ് ബിറ്റ്വീൻ സെൽസ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസസ്? നമ്മുടെ സെൽസ് അഥവാ കോശങ്ങൾക്കിടയിൽ എന്തുണ്ട്? ചെറിയ സ്പേസ് ഇല്ലേ? ആ സ്പേസ് ഫില്ല് ചെയ്ത് ആരുണ്ട്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ടിഷ്യൂ ഫ്ലൂയിഡ് ഉണ്ട്. ഈ ടിഷ്യൂ ഫ്ലൂയിഡ് എങ്ങനെയാണ് ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്പോർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്നത്? അതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടർക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അതനുസരിച്ച് നമുക്ക് ചേഞ്ചസ് വരുത്താം. ഓക്കെ, താങ്ക് യു.